ഇനി നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരു മിനി ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കാം. ഈ ഒരു ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹാഫ് പേപ്പറാണ്. ഹാഫ് പേപ്പർ മതിയോയെന്ന് വെച്ചാൽ മതിയുടെ ഹാഫ് പേപ്പർ മാത്രം മതി ഈ ഒരു ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കി നമ്മൾ കാർഡൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർഡിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഓവറോൾ ലുക്കും ഈ ഒരു ഫ്ലവർ ബക്കറ്റ് കാരണം തന്നെ ചേഞ്ച് ആവും. ഇത് ഫുള്ളി അട്രാക്റ്റ് ചെയ്യും. അത്രയ്ക്ക് കിട്ടലായിട്ടുള്ളൊരു ഫ്ലവർ ബക്കറ്റ്. ഫസ്റ്റ് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിലോട്ട് ബക്കറ്റിൻ്റെ റെഫറൻസ് പിക്ക് വരച്ചെടുക്കുക. ഞാൻ ഈ ഒരു ബക്കറ്റിൻ്റെ റെഫറൻസ് പിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കി തന്നെ മാക്സിമം വരച്ചെടുക്കാൻ നോക്കുക, എന്നാലും നമുക്ക് ആ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഞാൻ ടുലിപ്പ് ഫ്ലവർ ആണ് ഉദ്ദേശിച്ചത്. ടുലിപ്പ് ഫ്ലവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്ക് കളർ സ്കെച്ച് കാണാത്തതുകൊണ്ട് ഏകദേശം അതുപോലൊക്കെ നമ്മൾ ഒരെണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ടുലിപ്പ് ഫ്ലവറും കൂടി വരച്ചതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇതൊക്കെ ജസ്റ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ അകത്ത് മെനക്കെടാണ്ട് ഒരു പണിയില്ലൊരു നമ്മൾ ഒന്ന് മനസ്സ് വെച്ചിരുന്നതിൻ്റെ ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്. എന്ന് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണേ. കാണുന്ന മാത്രമല്ല ആരും ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യാൻ